നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സാക്ഷരത, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞതായും മന്ത്രി. വിഷൻ 2031 സംഘാടക സമിതി യോഗം പാലക്കാട്ട്. ചേലക്കര മേപ്പാടത്ത് കൂട്ട ആത്മഹത്യാ ശ്രമം നടത്തിയ കുടുംബത്തിലെ അമ്മയും മരിച്ചത് 34 വയസ്സുള്ള ഷൈലജ. മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു. അണിമയുടെ സഹോദരനുമായ അക്ഷയ് അപകടനില തരണം ചെയ്തു എന്ന് ആശ്വാസ വാർത്ത. വടക്കാഞ്ചേരി ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും മലമ്പാമ്പുകളുടെ സാന്നിധ്യം ആശ്വാസകരമല്ലാത്ത വിധം വർദ്ധിക്കുന്നതിൽ പ്രദേശവാസികൾ ഭീതിയിൽ. ജനവാസ മേഖലയിൽ നിന്നും പിടികൂടിയത് കൂറ്റൻ മലമ്പാമ്പിനെ. അട്ടപ്പാടിയിൽ മലമ്പാമ്പിനെ കഴുത്തിലിട്ട് യുവാവിന്റെ അഭ്യാസ പ്രകടനം. കേസെടുത്ത് വനം വകുപ്പ്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സാക്ഷരത, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. വിഷൻ 2031 സംഘാടക സമിതി രൂപീകരണ യോഗം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ പോലും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ കുറവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം 0.5% വർധനവ് ക്രമാനുഗതമായി കൊണ്ടുവരാൻ സാധിച്ചെന്നും 2016 22.92% പദ്ധതി വീതം 2024 28.35% ഉയർത്താൻ സർക്കാരിനായെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിൽ കേരളത്തിന് 1ാം സ്ഥാനം ലഭിക്കുന്നതിനുള്ള പ്രധാന കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ഫലമാണ്. മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സാക്ഷരത, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മിനി MCFകളുടെ എണ്ണം 3 ഇരട്ടിയായി ഉയർത്താനും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും MCFകൾ സ്ഥാപിക്കാനും സാധിച്ചു. 21 ലക്ഷത്തിലധികം ആളുകളെ 2 ലക്ഷത്തോളം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സാക്ഷരരാക്കാനും കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. ഏകീകൃതമായ സോഫ്റ്റ്വെയറിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ K-സ്മാർട്ട് വഴി ഓൺലൈനിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൽഫലമായി 31 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് 66,292 ബിൽഡിംഗ് പെർമിറ്റുകൾ അനുവദിച്ചതായും 57,000-ലധികം വിവാഹങ്ങൾ വീഡിയോ കോൾ മുഖേന രജിസ്റ്റർ ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെമിനാർ ഒക്ടോബർ 13 പാലക്കാട്ട് വെച്ച് നടത്തുമെന്നും പ്രസ്തുത സെമിനാറുകൾ നടക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ നയത്തിൻ്റെയും തുടർച്ചയുടെയും പശ്ചാത്തലത്തിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെമിനാറിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ, പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥ, മാലിന്യ പരിപാലനം, ഗവേണൻസ് തുടങ്ങി 6 മേഖലകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നതിനായി സമാന്തര രീതിയിൽ പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിക്കുമെന്നും പൗര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതിനായി സാധാരണക്കാരെ ഉൾപ്പെടുത്തി സിറ്റിസൺ പാനലും സെമിനാറിൻ്റെ ഭാഗമായി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിഷൻ 2031 സംസ്ഥാനതല വിഷയാധിഷ്ഠിത സെമിനാറുകളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഒക്ടോബർ 13 തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടക്കും. സംഘാടക സമിതി രക്ഷാധികാരികളായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, MPമാരായ VK ശ്രീകണ്ഠൻ, K രാധാകൃഷ്ണൻ, അബ്ദുൾ സമദ് സമദാനി, ജില്ലയിലെ എല്ലാ MLAമാരെയും തിരഞ്ഞെടുത്തു. ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ, ജനറൽ കൺവീനർ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, കൺവീനർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ K ഗോപിനാഥൻ എന്നിവരുമാണ്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ A പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് വിഷയാവതരണവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ S ജോസ്ന മോൾ സംഘാടക സമിതി രൂപീകരണവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി K സുരേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജി തോമസ് എന്നിവർ സംസാരിച്ചു. P മമ്മിക്കുട്ടി MLA, വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് നഗരസഭാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര മേപ്പാടത്ത് കൂട്ട ആത്മഹത്യാ ശ്രമം നടത്തിയ കുടുംബത്തിലെ അമ്മയും മരിച്ചു. ഗുരുതരമായ രീതിയിൽ ചികിത്സയിലായിരുന്നു മരണപ്പെട്ട 34-കാരി ഷൈലജ. മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുമ്പ് മരണപ്പെട്ടിരുന്നു. ഷൈലജയുടെ മകനും അണിമയുടെ സഹോദരനുമായ അക്ഷയ് അപകടനില തരണം ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. ഷൈലജയുടെ മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു.
പിഞ്ചുബാലികയായ അനിമയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ മരണം. ഭർത്താവ് പ്രദീപ് 2 ആഴ്ച മുൻപ് മരിച്ചതിനെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമവും സാമ്പത്തിക ബാധ്യതകളുമാണ് ശൈലജയെയും മക്കളെയും ഈ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നിഗമനം. ഐസ്ക്രീമിൽ എലിവിഷം കലർത്തിയാണ് മൂവരും കഴിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ശൈലജ ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങിയതോടെ ചേലക്കര ഗ്രാമം ദുഃഖത്തിലാണ്ടു. ഒരു കുടുംബത്തിലെ 2 ജീവനുകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് നാട്. എങ്കിലും ശൈലജയുടെ മകനും അനിമയുടെ സഹോദരനുമായ അക്ഷയ് അപകടനില തരണം ചെയ്തു വരികയാണെന്ന വാർത്ത ഈ ദുരന്തത്തിനിടയിലും നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും വടകര MP-യുമായ ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്തരം ആക്ഷേപ പ്രസ്താവന നടത്തി ഷാഫിയെയും കോൺഗ്രസ് പാർട്ടിയെയും തകർക്കാമെന്നത് CPMന്റെ വ്യാമോഹം മാത്രമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ് അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം മോശമായ രീതിയിൽ പദപ്രയോഗം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഷാഫിക്കെതിരെ അതിശക്തമായ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ യുവാക്കളും കേരളത്തിലെ ജനങ്ങളും സ്ത്രീ സമൂഹവും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഇന്നത്തെ ഈ പ്രതിഷേധ സമരം സത്യത്തിൽ ഞങ്ങൾ ഒരു രാവിലെ വരെ ഞങ്ങൾക്കിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. PK വാസു, UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, KR ശരരാജ്, മണ്ഡലം പ്രസിഡന്റുമാരായ S സേവിയർ, രമേശ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, A ഷിജു, MR അനിൽകുമാർ, അബ്ദുൾ ഖാദർ, M പ്രശോഭ്, ഷാജി പുതുശ്ശേരി, ഉണ്ണി M, അഖിലേഷ് അയ്യർ, ഉണ്ണി കുമാരൻ, V ആറുമുഖൻ, KN സഹീർ, MK സിദ്ധാർത്ഥൻ, ഷെരീഫ് റഹ്മാൻ, ജലാൽ തങ്ങൾ, രാധാകൃഷ്ണൻ മാത്തൂർ, B ഗൗതമി, H ബുഷറ, നഗരസഭാംഗങ്ങളായ D ഷജിത് കുമാർ, FB ബഷീർ, അനുപമ പ്രശോഭ്, മിനി ബാബു, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയുടെ ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും മലമ്പാമ്പുകളുടെ സാന്നിധ്യം ആശ്വാസ്യകരമല്ലാത്ത വിധം വർദ്ധിക്കുന്നതിൽ പ്രദേശവാസികൾ ഭീതിയിലാണ്. വടക്കാഞ്ചേരിയിലെ കരുമത്ര കാപ്പിയിൽ നിന്ന് കൂറ്റൻ മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. കാപ്പിയിൽ താമസിക്കുന്ന പട്ടത്തിൽ വീട്ടിൽ പ്രദീപിന്റെ പുരടത്തിൽ നിന്നാണ് ഏകദേശം 2.5 മീറ്റർ നീളം വരുന്ന ഭീമൻ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അമലയിലെ RRT സംഘം പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മേഖലയിൽ അടിക്കടിയാണ് മലമ്പാമ്പുകളെ കാണുന്നത്. പുരയിടങ്ങളിലും വീടുകളിലും പരിസരത്തും പാമ്പുകൾ എത്തുന്നതോടെ കുട്ടികളടക്കമുള്ളവർ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ്. ഇവ വളർത്തുമൃഗങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നു. മലമ്പാമ്പുകൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി കടന്നുവരുന്നതിന്റെ കാരണം കണ്ടെത്തി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ വനം വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ,
തൃശൂർ. മലമ്പാമ്പുമായി യുവാവിന്റെ അഭ്യാസം, വനംവകുപ്പ് കേസെടുത്തു. അട്ടപ്പാടിയിലാണ് മലമ്പാമ്പിനെ കഴുത്തിലിട്ട് യുവാവ് അഭ്യാസ പ്രകടനം നടത്തിയത്. കഴുത്തിലിട്ട മലമ്പാമ്പുമായി യുവാവ് വഴി നടക്കുന്നത് നവമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സംഭവം പ്രചരിച്ചതോടെയാണ് അധികൃതർ കേസെടുക്കാൻ തയ്യാറായത്. ഒരാഴ്ച മുൻപ് നടന്ന സംഭവത്തിൽ യുവാവിനെ പിടികൂടാനായില്ല. കേരള നെറ്റ്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 27-28 തീയതികളിൽ മേഴ്സി കോളേജിൽ നടക്കും. 14 ജില്ലകളിൽ നിന്നായി 400ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് നജിമുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2015 അംഗീകാരം കിട്ടിയ സംഘടന, സ്പോർട്സ് കൗൺസിൽ, ഒളിമ്പിക് അസോസിയേഷൻ തുടങ്ങിയവയുടെ അംഗീകാരത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 2015 ശേഷം ജില്ലകളിൽ സജീവമായ സംഘടനയ്ക്ക് കീഴിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ വിജയികളാവുന്നവർക്ക് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇടം ലഭിക്കുമെന്നും നജിമുദ്ദീൻ പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലാ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന വളരെ കളർഫുള്ളായ ഒരു മത്സരമാണ്. 2015 കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസോടനുബന്ധിച്ചാണ് ഈ അസോസിയേഷനും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കേന്ദ്ര ഗവൺമെന്റ് എല്ലാം അംഗീകാരം നൽകുകയും അതനുസരിച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും നിരവധി കായിക താരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഈ ഗെയിമിന്റെ വളർച്ച ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിനനുസരിച്ചുള്ള പ്രാക്ടീസും അതോടൊപ്പം തന്നെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയുമാണ്. ചെയർമാൻ നിഖിൽ കൊടിയത്തൂർ, ട്രഷറർ മിനി സജി, ഓർഗനൈസിംഗ് സെക്രട്ടറി സത്യൻ AS, വൈസ് ചെയർമാൻ ഉദയശങ്കർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയും നമ്മൾ എന്ത് പറഞ്ഞാലും പലരും നമ്മൾക്കൊന്നും ചോദിക്കില്ല കേട്ടോ, എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ വിളിക്കട്ടെ, അതെന്തായാലും ഇപ്പൊ പോയിട്ട് വന്ന് 2 ചാരം അവലോകന യോഗത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയെക്കുറിച്ച് ചൂലന്നൂർ മയിൽ സങ്കേതത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PR പ്രകാശൻ, ചൂലന്നൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ദേവദാസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വനംവകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിലെ ജീവനക്കാരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ TP സന്ദീപ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നൌഫിയ, പഞ്ചായത്ത് സെക്രട്ടറി S അഫ്താബ്, പഞ്ചായത്ത് ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ പരാതികൾ കാര്യക്ഷമമായി ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പർമാരും കർഷക സംഘം സെക്രട്ടറിമാരും കർഷകരെയും ഉൾപ്പെടുത്തി ഒരു സ്ക്വാഡ് രൂപീകരിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ 41ാമത് സമ്മേളനം വള്ളത്തോൾ നഗർ ഗസ്റ്റ് ഹൗസ് ഹാളിൽ നടന്നു. AKPA വടക്കഞ്ചേരി മേഖലാ പ്രസിഡന്റ് PV മുരളി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് അത്താണി യൂണിറ്റിന്റെ സമ്മേളനം നടന്നത്. തൊട്ടടുത്ത ദിവസം വടക്കാഞ്ചേരി യൂണിറ്റ് സമ്മേളനം നടത്തുന്നതാണ്. അത് ചിട്ടയോടുകൂടി യൂണിറ്റ് സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനം, മേഖലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും നടത്തുന്ന ഒരു ഏക സംഘടനയാണ്. സാന്ത്വനം പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര പേര് നമ്മുടെ സഹപ്രവർത്തകര് നമ്മളിൽ നിന്ന് അകന്നു പോയി എന്നുള്ളത് അറിയാം. അവരുടെ കുടുംബത്തിന് മറ്റ് ഏത് സംഘടനകൾ ചെയ്യുന്നതിനേക്കാളും സുതാര്യമായിട്ടാണ് നമ്മുടെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് AJ ലിൻഡോ ആൽഫ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ഫോട്ടോഗ്രാഫി അവാർഡ് ലഭിച്ചവരെയും മറ്റു വിവിധ അംഗീകാരങ്ങൾ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി റാംലത്ത് റഷീദ് യൂണിറ്റ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ റഷീദ് കുഞ്ഞോൾ വാർഷിക കണക്ക് അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ പ്രസാദ്, PRO മിഥുൻ, മേഖലാ ശാസ്ത്രീയ സംഘം കൺവീനർ സുജിത്,
വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ഡെന്നി പാർലിക്കാട്, പ്രണവ് ലെൻസ്മെൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ഇൻചാർജും ജില്ലാ കമ്മിറ്റി അംഗവുമായ രാഹുൽ കല്ലമ്പാറ പുതിയ ഭാരവാഹികൾക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പുതിയ യൂണിറ്റ് പ്രസിഡന്റായി സുബിൻ ചെറുതുരുത്തി, സെക്രട്ടറി AJ ലിൻഡോ ആൽഫ, ട്രഷറർ റഷീദ് കുഞ്ഞോൾ വടക്കാഞ്ചേരി മേഖലയിലേക്ക് ഷാജി ലെൻസ്മെൻ, മണി ചെറുതുരുത്തി, സുജിത് മറ്റ് സഹഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ദിബിൻ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സാക്ഷരത, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞതായും മന്ത്രി. വിഷൻ 2031 സംഘാടക സമിതി യോഗം പാലക്കാട്ട്. ചേലക്കര മേപ്പാടത്ത് കൂട്ട ആത്മഹത്യാ ശ്രമം നടത്തിയ കുടുംബത്തിലെ അമ്മയും മരിച്ചത് 34 വയസ്സുള്ള ഷൈലജ. മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു. അണിമയുടെ സഹോദരനുമായ അക്ഷയ് അപകടനില തരണം ചെയ്തു എന്ന് ആശ്വാസ വാർത്ത. വടക്കാഞ്ചേരി ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും മലമ്പാമ്പുകളുടെ സാന്നിധ്യം ആശ്വാസകരമല്ലാത്ത വിധം വർദ്ധിക്കുന്നതിൽ പ്രദേശവാസികൾ ഭീതിയിൽ. ജനവാസ മേഖലയിൽ നിന്നും പിടികൂടിയത് കൂറ്റൻ മലമ്പാമ്പിനെ. അട്ടപ്പാടിയിൽ മലമ്പാമ്പിനെ കഴുത്തിലിട്ട് യുവാവിന്റെ അഭ്യാസ പ്രകടനം. കേസെടുത്ത് വനം വകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.